Hello friends, I am Thulasi. Welcome to the Physics channel, Fourth Dimension. ഇന്ന് നമ്മൾ റേ ഒപ്റ്റിക്സിൻ്റെ 4th ക്ലാസ്സാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ റിഫ്രാക്ഷനും അതിൻ്റെ ലോയും ഒക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ടുഡേ വി ആർ സ്റ്റാർട്ടിങ് ദ പോർഷൻ റിഫ്രാക്ഷൻ അറ്റ് ദ റെയർ മീഡിയം. അപ്പോൾ റിഫ്രാക്ഷൻ അറ്റ് ദ റെയർ മീഡിയം എന്ന് പറയുമ്പോൾ റിഫ്രാക്ഷൻ നടക്കുമ്പോൾ സാധാരണ 2 റേ അല്ലേ, ഇൻസിഡൻറ്റ് റേയും റിഫ്രാക്ട് റേയും വരും, ശരിയല്ലേ? അപ്പം റിഫ്രാക്ഷൻ അറ്റ് ദ റെയർ മീഡിയം എന്ന് പറയുമ്പോൾ ഇൻസിഡൻറ്റ് റേ ഇവിടെ വേണം, ഡെൻസർ മീഡിയത്തിലായിരിക്കും. റിഫ്രാക്ട് റേയോ റെയർ മീഡിയത്തിലായിരിക്കും. അങ്ങനെ ഡെൻസറിൽ നിന്ന് റെയർ മീഡിയത്തിലേക്ക് റിഫ്രാക്ഷൻ നടന്നാൽ അതിനെയാണ് നമ്മൾ എങ്ങനെ പറയുന്നത്? ഇറ്റ് ഈസ് കോൾഡ് റിഫ്രാക്ഷൻ അറ്റ് ദ റെയർ മീഡിയം. ഫോർ സ്റ്റഡിങ് ദ റിഫ്രാക്ഷൻ അറ്റ് ദ റെയർ മീഡിയം ഇൻ ഡീറ്റെയിൽ we can refer this figure in which you are placing the source in the denser medium. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, അതായത് ഡെൻസറിൽ നിന്ന് ലൈറ്റ് റെയർ മീഡിയത്തിലേക്ക് പോകണം നമ്മൾ പറയുന്നത് അല്ലേ. ഈ ഫിഗറിനകത്ത് കാണുന്നത് ദിസ് ഈസ് എ ബൗണ്ടറി സെപ്പറേറ്റിംഗ് റെയർ മീഡിയം ആൻഡ് ഡെൻസർ മീഡിയം, ആൻഡ് ഹിയർ ദർ ഇസ് എ സോഴ്സ് ഓഫ് ലൈറ്റ് വിച്ച് ഇസ് പ്ലേസ്ഡ് ഇൻ ദ ഡെൻസർ മീഡിയം. ഈ ഡെൻസർ മീഡിയത്തേക്ക് വെക്കുന്ന ഈ സോഴ്സിൽ നിന്ന് റേ ഓഫ് ലൈറ്റ് പല ഡയറക്ഷനിൽ ട്രാവൽ ചെയ്യും. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് ഈ ബൗണ്ടറിക്ക് നോർമലായിട്ട് വരച്ചേക്കുന്നത് കണ്ടില്ലേ, ഈ നോർമലായിട്ടുള്ള ലൈനെ കൊണ്ടാണ് ഫസ്റ്റ് റേ ട്രാവൽ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ പഠിച്ചു, when a ray travels from one medium to another along the normal, it never undergoes refraction, but the speed of light changes നമ്മൾ പഠിച്ചില്ല. അപ്പോൾ റിഫ്രാക്ഷൻ്റെ ബെൻഡിങ് ഇല്ല അവിടെ, അത് സ്ട്രൈറ്റ് ആയിട്ട് മൂവ് ചെയ്യും. അതേസമയം ഇത് ഐ എന്ന് പറഞ്ഞ ഒരു ആംഗിൾ ഓഫ് ഇൻസിഡൻസിലാണ് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ, സിൻസ് ദ റേ ഈസ് ട്രാവലിംഗ് ഫ്രം ഡെൻസർ ടു റെയർ മീഡിയം, ദ റിഫ്രാക്ട് റേ ബെൻഡ്സ് അവേ ഫ്രം ദ നോർമൽ. അപ്പോൾ ഐ എന്ന് പറഞ്ഞ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണെങ്കിൽ ആർ ഈസ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. ആൻഡ് ഇൻ ദ സെക്കൻഡ് കേസ് വി ക്യാൻ സീ, അതായത് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് കേസ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്, ആസ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇൻക്രീസസ്, ഈ ആംഗിളിനെക്കാളും കൂടിയ ഒരു ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണ് ഇവിടെ. ഐ കൂടുമ്പോൾ ആർ ഓൾസോ ഇൻക്രീസസ് ആയിരിക്കും. അതായത് ഈ റിഫ്രാക്ട് ബെൻസ് അവേ മോർ ആൻഡ് മോർ ഫ്രം ദ നോർമൽ, നോർമലിൽ നിന്ന് കൂടുതൽ അകലുന്നതായിട്ട് നമ്മൾ കാണാം അല്ലേ. അപ്പം ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൂടിയപ്പോൾ ആംഗിൾ റിഫ്രാക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് കാണാം. സോ ദാറ്റ് അറ്റ് എ പർട്ടിക്കുലർ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ദ റിഫ്രാക്ടർ റേ കണ്ടില്ലേ graces or touches the boundary line, that means surface of separation. അപ്പോൾ ഈ സമയത്ത് ആംഗിൾ റിഫ്രാക്ഷൻ എന്തായിരിക്കും? 90 ഡിഗ്രി ആയിട്ട് മാറുന്ന ഒരു ക്രിട്ടിക്കൽ മൊമെൻ്റ് ആണ്. അതുവരെ നമ്മൾ കാണുന്നത് റിഫ്രാക്ടർ എന്ന് പറഞ്ഞ് റെയർ മീഡിയത്തിലേക്കാണ് പോകുക. ഇപ്പോൾ നമുക്ക് ഈ റെയർ മീഡിയത്തെയും ഡെൻസർ മീഡിയത്തെയും സെപ്പറേറ്റ് ചെയ്യുന്ന ആ ബൗണ്ടറി ലൈനിൽ അത് വന്ന് കോയിൻസൈഡ് ചെയ്യാണ്. അപ്പം നോർമലും ഈ റിഫ്രാക്ടർ ആയിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കത്തില്ലേ? അങ്ങനെയാണെങ്കിൽ ഈ പർട്ടിക്കുലർ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഐ സി ഇല്ലേ, ഈ ഐ സിയെ വിളിക്കുന്ന ഒരു നെയിം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ സി ഈസ് കോൾഡ് ക്രിട്ടിക്കൽ ആംഗിൾ. IC is the critical angle. So what happens at a critical angle? When the ray is traveling from denser medium to rare medium, angular refraction becomes 90 degree, or the refractor graces the surface of separation. Thereafter, if you are increasing the angle of incidence above the critical angle, അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടത് ഈ നോർമലേക്കടെ വരുമ്പോൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 0 ആണ്, അതിനുശേഷം ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഓരോന്ന് കൂടി വരികയല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഐ സിയെക്കാളും വലിയൊരു ആംഗിളിലായിരിക്കും ഇവിടെ റേ വന്ന് വീഴുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞ് ഇഫ് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് greater than this critical angle, you can see the ray is not refracted but is reflected in the same medium. That means denser മീഡിയത്തിലേക്ക് തന്നെ തിരിച്ചിങ്ങി പോരും. അപ്പം ഡെൻസർ മീഡിയക്കൂടെ പോകുന്ന ലൈറ്റ് ഡെൻസർ മീഡിയത്തിലേക്ക് റിട്ടേൺ ചെയ്താൽ ആ പ്രോസസ്സ് പറഞ്ഞ സെയിം മീഡിയത്തിൽ അത് റിഫ്ലക്ഷൻ ആയിരിക്കും. ദാറ്റ് പ്രോസസ് ഈസ് റിഫ്ലക്ഷൻ ആൻഡ് ഇറ്റ് ഈസ് റിഫ്ലക്റ്റഡ് അക്കോർഡിംഗ് ടു ലോ ഓഫ് റിഫ്ലക്ഷൻ. അപ്പോൾ ക്രിട്ടിക്കൽ ആംഗിളിനെക്കാളും കുറച്ചുകൂടെ കൂടിയൊരു ആംഗിളിലാണ് റേ ഈ ബൗണ്ടറി വീഴുന്നെങ്കിൽ അത് റിഫ്രാക്ട് ചെയ്യത്തില്ല, പകരം എന്താക്കി റിഫ്ലക്ട് ചെയ്യും ബൈ ഒബേയിങ് ദ ലോ ഓഫ് റിഫ്ലക്ഷൻ. ഈ റിഫ്ലക്ഷനെ വിളിക്കുന്ന പേരാണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന് പറയും. ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. Total internal reflection. So what is total internal reflection? When a ray of light travels from denser medium to rarer medium and the angle of incidence is greater than the critical angle, then the rays return back into the denser medium itself for the same medium by obeying the law of refraction. And this phenomenon is called total internal reflection. ഇതാണ് നമ്മൾ സാധാരണ ഈ ഡെൻസർ മീഡിയത്തിൽ ലൈറ്റ് റെയർ മീഡിയത്തിലേക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്താൽ നമുക്ക് കിട്ടുന്ന 2 ഐഡിയ ആണ്. വൺ ഈസ് ക്രിട്ടിക്കൽ ആംഗിൾ ആൻഡ് അതർ ഈസ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. Then what are the conditions required for total internal reflection? There are the conditions for
conditions for total internal reflection. The first condition is that the ray must travel from denser to rarer medium. The ray must travel from denser to rarer medium. And second case is that angle of incidence in the denser medium. Angle of incidence in the denser medium should be greater than the critical angle for the pair of media. ഓരോ പെയർ ഓഫ് മീഡിയ അനുസരിച്ച് ക്രിട്ടിക്കൽ ആംഗിൾ മാറും. ഈ പർട്ടിക്കുലർ മീഡിയത്തിൻ്റെ ക്രിട്ടിക്കൽ ആംഗിളിനെക്കാളും ഗ്രേറ്റർ ആംഗിൾ ഇൻസിഡൻറ്റ്. ദീസ് ആർ ദ ടു കണ്ടീഷൻസ് ഫോർ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. Next is relation between critical angle and refracting index when the ray is undergoing total reflection or traveling from denser medium to rarer medium. അപ്പോൾ നമുക്ക് ഈ റിലേഷൻ ബിറ്റ്വീൻ ക്രിട്ടിക്കൽ ആംഗിൾ ആൻഡ് റിഫൈൻഡ് ഇൻഡെക്സ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ റെയർ മീഡിയത്തിൻ്റെ റിഫൈൻഡ് ഇൻഡെക്സ് നമുക്ക് NR എന്ന് എടുക്കാം. നമ്മുടെ റിഫൈൻഡ് ഇൻഡെക്സിന് N എന്നാണ് എടുക്കുന്നത്. ഡെൻസർ മീഡിയത്തിന് നമുക്ക് ND എന്ന് എടുക്കാം. ഇവിടെ നമുക്കറിയാം ഡെൻസർ മീഡിയത്തിൽ ലൈറ്റ് റെയർ മീഡിയത്തിൽ പോകുമ്പോൾ ദർ ഈസ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആൻഡ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. ഇത് രണ്ടും ഉണ്ടാവും. ദെൻ ബൈ സ്ലെൻസ് ലോ നമ്മുടെ റിഫൈൻഡസും ആംഗിളുമായിട്ട് കണക്കുന്ന സ്ലെൻസ് ലോയിൽ കൂടിയാണ്. അപ്പോൾ സ്ലെൻസ് ലോ പറയുന്നത് സൈൻ ഓഫ് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ടു ദ സൈൻ ഓഫ് ദ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഈസ് ഈക്വൽ ടു, ഇവിടെ നമ്മൾ കാണുന്നത് റെയറിൽ നിന്ന് ഡെൻസറിലേക്ക് അല്ല ഡെൻസറിൽ നിന്ന് റെയറിലേക്ക് ലൈറ്റ് പോകുന്ന സമയത്ത് സൈൻ ബേസ് NR എന്ന് പറയുന്നത് റിഫൈൻഡസ് ഓഫ് റെയർ മീഡിയം ഡിവൈഡ് ബൈ റിഫൈൻഡസ് ഓഫ് ഡെൻസർ മീഡിയം. അതേസമയം തിരിച്ചായിരുന്നെങ്കിൽ സൈൻ ബേസ് അനാലിസിക്കൽ ND ബൈ NR എന്ന് എടുക്കണം. സെക്കൻഡ് മീഡിയം വിത്ത് റെസ്പെക്ട് ഫസ്റ്റ് മീഡിയം. എങ്ങനെയാണെങ്കിൽ റെയറിൽ നിന്ന് ഡെൻസറിലേക്കാണെങ്കിൽ സൈൻ ബേസ് NR എന്ന് പറഞ്ഞ് ND ബൈ NR എന്ന് എടുക്കാം. അതേസമയം ഡെൻസർ റെയറിലേക്കാണെങ്കിൽ NR ബൈ ND എന്നാണ് എടുക്കാം അല്ലേ. സൈൻ ബേസ് അനാലിസിക്കൽ ടു NR ബൈ ND. ഇതിനെ നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ മൊമെന്റ് എടുക്കാം. ഏത് ക്രിട്ടിക്കൽ ആംഗിളും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ആംഗിൾ റിഫ്രാക്ഷൻ എന്ന് പറയുന്ന ഈ ഭാഗത്തെ റിഫ്രാക്ഷൻ ഫിനോമിന എടുത്തുകൊണ്ട് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് അവിടുത്തെ അപ്പോൾ എത്ര വരും? IC. അപ്പോൾ ഐയുടെ പ്ലേസ് നമ്മൾ എടുക്കുന്നത് സൈൻ IC ഡിവൈഡ് ബൈ R. അപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് 90 അല്ലേ. സൈൻ 90 ഈസ് ഇക്വൽ ടു NR ഡിവൈഡ് ബൈ ND എന്ന് എടുക്കാം അല്ലേ. അപ്പോൾ നമുക്ക് കിട്ടുന്നത് സൈൻ IC ഈസ് ഇക്വൽ ടു NR ഡിവൈഡ് ബൈ ND എന്ന് കിട്ടും. ഇവിടെ നമ്മുടെ റെയർ മീഡിയം എയർ ആണെന്ന് വിചാരിക്കും. എയർ അല്ലെങ്കിൽ വാക്വം ഏതെങ്കിലും എയർ ആണ് എടുക്കുന്നെങ്കിൽ ദ വാല്യൂ ഓഫ് NR ഈസ് ഈക്വൽ ടു 1/4. ദ വാല്യൂ ഓഫ് NR ഈസ് ഈക്വൽ 1/4 എയർ. അപ്പം നമ്മുടെ എയറിൽ നിന്നാണ് അപ്പം നമ്മുടെ റെയർ മീഡിയം എയറും ഡെൻസർ മീഡിയം മറ്റെന്തെങ്കിലും ആയിക്കോട്ടെ, ആ ഒരു സിറ്റുവേഷനാണ് വരുന്നതെങ്കിൽ തീർച്ചയായും NRൻ്റെ വാല്യൂ നമുക്ക് 1 എന്ന് എടുക്കാം അല്ലേ. അപ്പം അതുകൊണ്ട് സൈൻ IC ഈസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ NR എയർ എന്ന് അസ്യൂം ചെയ്ത് 1 കൊടുത്തില്ലേ, 1 ഡിവൈഡ് ബൈ ND എന്ന് പറയുന്നത് നമ്മൾ D എന്ന് കൊടുക്കേണ്ട N എന്ന് കൊടുക്കുക. അപ്പോൾ NDക്ക് നമ്മുടെ റിഫൈൻഡ് സബ് സെക്കൻഡ് മീഡിയം ഇല്ലേ ഡെൻസർ മീഡിയം അതിൻ്റെ N എന്ന് കൊടുത്താൽ മതി. ഇപ്പോൾ നമുക്ക് N എന്ന് കിട്ടും അല്ലേ. അപ്പോൾ അതിൽ നമുക്ക് റിയലൈസ് ചെയ്യണമെങ്കിൽ N ഈസ് ഈക്വൽ ടു 1 ബൈ സൈൻ IC എന്ന് കിട്ടും. ദിസ് ഈസ് ദ റിലേഷൻ കണക്റ്റിംഗ് റിഫൈൻഡ് സബ് ദ ഡെൻസർ മീഡിയം ആൻഡ് the critical angle. Next is total reflecting prism. Total reflecting prism means it is a right angled isosceles prism. It is a right angled isosceles prism. അതായത് റൈറ്റ് ആംഗിൾ ഐസോസെലസ് പറയുമ്പോൾ ഈ ഒരു ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. പിന്നെ രണ്ട് സൈഡും രണ്ട് ആംഗിളും ഈക്വൽ ആയിരിക്കും. ഇതാണ് റൈറ്റ് ആംഗിൾ ഐസോസെലസ് പ്രിസം ഇൻ വിച്ച് ദ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ടേക്സ് പ്ലേസ്. അപ്പോൾ അത് ഫംഗ്ഷൻ ചെയ്യുന്നത് ടോട്ടൽ ഇന്റർ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞ ഫിനോമിന യൂട്ടിലൈസ് ചെയ്തുകൊണ്ടാണ്. ഇവിടെ നമ്മൾ കാണുന്ന പ്രത്യേകത എന്ന് പറയുന്നത് ഈ പ്രിസത്തിൻ്റെ ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ കറക്റ്റ് 42 ഡിഗ്രി ആയിരിക്കും. റൈറ്റ് ആംഗിൾ ഐസോസെലസ് ആണ്, ക്രിട്ടിക്കൽ ആംഗിൾ 42 ഡിഗ്രി ആയിരിക്കും. ഇതിനകത്ത് ലൈറ്റ് ടോട്ടൽ ഇന്റർ റിഫ്ലക്ഷൻ സബ്ജക്റ്റ് ചെയ്യുന്ന ഒരു പ്രിസമാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് അതായത് വെൻ ലൈറ്റ് ഇൻസിഡൻറ്റ് ഓൺ ദി പ്രിസം
at the glass air interface. ഇവിടെ ഗ്ലാസ്, പ്രസത്തിൻ്റെ ഗ്ലാസ് മെറ്റീരിയലാണ്, ഇത് ഗ്ലാസ്, ഇവിടെ എയർ ആണ്. ഇവിടെ ലൈറ്റ് എൻ്റർ ചെയ്യുന്ന സമയത്ത് നമ്മൾ കാണുന്ന എയറിൽ നിന്ന് ഗ്ലാസ്സിലേക്കാണ് എൻ്റർ ചെയ്യുന്നത്. അത് റെയർ ഡെൻസർ ആയതുകൊണ്ട് ടോട്ടൽ റിഫ്ലക്ഷൻ നടക്കില്ല. അതേസമയം ഇതിന് ശേഷം ഈ ലൈറ്റ് ഗ്ലാസ്സിൽ കൂടി എൻ്റർ ചെയ്തിട്ട് ഇതിലേക്ക് എമർജ് ചെയ്തില്ലേ, ആ സമയത്ത് ഗ്ലാസ്സിൽ നിന്ന് എയറിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ ക്രിട്ടിക്കൽ ആംഗിൾ ഈ ഒരു സൈഡിലാണ് വരുന്നത്, കണ്ടോ? അത് ആ ഗ്ലാസ് എയർ ഇൻ്റർഫേസിലാണ്. വെൻ ദ ലൈറ്റ് ഇൻസിഡൻറ്റ് അറ്റ് എൻ ആംഗിൾ ഗ്രേറ്റർ ദാൻ 42 ഡിഗ്രി, അപ്പോൾ ഇവിടെ ആംഗിൾ കറക്റ്റ് 45 ഡിഗ്രി വരും. സോ ദ ലൈറ്റ് ഈസ് അണ്ടർ ഗോയിങ്. ഗ്ലാസ് എയർ ഇൻ്റർഫേസ് പറഞ്ഞാൽ ഡെൻസറി റെയറിലേക്കല്ലേ. ഈ ഗ്ലാസ് എയർ ഇൻ്റർഫേസിൻ്റെ ക്രിട്ടിക്കൽ ആംഗിൾ 42 ഡിഗ്രി ആണല്ലോ. അതുകൊണ്ട് തീർച്ചയായും ലൈറ്റ് ഈ സൈഡിൽ വന്ന് വീഴുമ്പോൾ ഇറ്റ് അണ്ടർഗോസ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. ഇത് ഇങ്ങനെ പോരും, കണ്ടോ? അത് എന്തിനു വേണ്ടി ഇങ്ങനെ വരുന്നത്? കാരണം ഈ ആംഗിൾ 45 ഡിഗ്രി തന്നെ ആയിരിക്കണം, കണ്ടില്ലേ? ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും ഈക്വലായിട്ട് മാറ്റാൻ വേണ്ടിയാണ് ഹൊറിസോണ്ടലായിട്ട് വരുന്ന ലൈറ്റ് എന്തായിരിക്കും നേരെ വെർട്ടിക്കൽ ഡൗൺവേർഡായിട്ട് ട്രാവൽ ചെയ്യുന്നത്, അല്ലേ? ഇങ്ങനെ പ്രോപ്പർട്ടി ഉള്ള ഒരു പ്രിസമാണ് എന്നറിയപ്പെടുന്നത്. ദാറ്റ് ഈസ് കോൾഡ് ടോട്ടൽ ഇൻറ്റേർണൽ ടോട്ടൽ റിഫ്ലക്റ്റിംഗ് പ്രിസം. നെക്സ്റ്റ് ഈസ് യൂസസ് ഓഫ് ടോട്ടൽ റിഫ്ലക്റ്റിംഗ് പ്രിസം. ദ ഫസ്റ്റ് യൂസ് ഈസ് ടു ഡീവേറ്റ് എ റേ ത്രൂ 90 ഡിഗ്രി. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഈ ടോട്ടൽ റിഫ്ലക്റ്റിംഗ് പ്രിസത്തിലേക്ക് ഈ വെർട്ടിക്കൽ സൈഡിൽ ലൈറ്റ് എൻ്റർ ചെയ്യുമ്പോൾ അത് നോർമലേ കൂടാണ്. ഇപ്പോൾ റിഫ്രാക്ഷൻ ഇല്ലാതെ ഗ്ലാസ് ആയിട്ട് ഇൻ്റർഫേസ് ചെയ്യുമ്പോൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 45 ഡിഗ്രി അല്ലേ. അത് ടോട്ടൽ റിഫ്ലക്ഷൻ നടന്നതിന് ശേഷം താഴേക്ക് പോരും. സോ ദ ആംഗിൾ ഈസ് 45. അപ്പോൾ റേ എത്ര ആംഗിൾ ഡീവേറ്റ് ചെയ്തു? ഹൊറിസോണ്ടലും ഇത് വെർട്ടിക്കലായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ടോട്ടൽ ആംഗിൾ ബിറ്റ്വീൻ ദി ഇൻസിഡൻറ്റ് ആൻഡ് ദിസ് എമർജൻറ്റ് റേ അല്ലേ ഈസ് ഫൗണ്ട് ടു ബി 90 ഡിഗ്രി. അപ്പോൾ അതുകൊണ്ട് ആണ് ഡീവേറ്റിംഗ് എ റേ ത്രൂ 90 ഡിഗ്രി. ഇതിനുള്ള ഒരു എബിലിറ്റി ആർക്കുണ്ട്? ദാറ്റ് ഈസ് ഫോർ ടോട്ടൽ റിഫ്ലക്റ്റിംഗ് പ്രിസം. ടു ഡീവേറ്റ് എ റേ ത്രൂ 180 ഡിഗ്രി. നോക്കി, ഇപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഒരു ടോട്ടൽ റിഫ്ലക്റ്റിംഗ് പ്രിസം കൺസ്ട്രക്ട് ചെയ്യുന്നതെങ്കിൽ ഇത് എൻട്രി ചെയ്യുന്ന സൈഡ് എന്ന് പറഞ്ഞാൽ നോർമലായിട്ട് എൻട്രി ചെയ്യും. എന്നിട്ട് ഇവിടെ ഗ്ലാസ്, ഇവിടെ എയർ ഇൻ്റർഫേസ് ചെല്ലുമ്പോൾ ടോട്ടൽ റിഫ്ലക്ഷൻ നടക്കുമ്പോൾ ഈ ആംഗിൾ 45, ഈ ആംഗിൾ 45 90 വരും, അല്ലേ? അതിനുശേഷം പിന്നെ ഈ സെക്കൻഡ് സൈഡിൽ ചെല്ലുമ്പോൾ അവിടെയും ടോട്ടൽ റിഫ്ലക്ഷൻ നടക്കും. അപ്പോൾ ഇവിടെ 45 ഡിഗ്രി, ഇവിടെ 45 ഡിഗ്രിയാണ് വരെ. നമ്മൾ സിമ്പിളായിട്ട് അങ്ങ് പറയുന്നത് മാത്രം. അപ്പോൾ മൊത്തം ആംഗിൾ എത്ര? ഇവിടെ 90, ഇവിടെ 90 വന്നാൽ എൻട്രി ചെയ്യുന്ന റേ എന്തായിരിക്കും തിരിച്ച് റിട്ടേൺ ചെയ്യുന്നതായിട്ട് കണ്ടില്ലേ? അപ്പോൾ ആംഗിൾ എത്ര വരും? ഇതിൻ്റെ ഉള്ളിലായിട്ട് ഇവിടെ 90 ആകുമ്പോൾ 180 വന്നില്ലേ? അപ്പം ദ റേ ഈസ് ഡീവേറ്റഡ് ത്രൂ ആൻ ആംഗിൾ ഓഫ് 180 ഡിഗ്രി. ആൻഡ് ദ തേർഡ് യൂസ് ഈസ് ടു ഇറക്ട് ദ ഇൻവെർട്ടഡ് ഇമേജ്. ഇവിടെ നമ്മൾ കാണുന്നത് ഒരു ഇമേജ് ഇൻവെർട്ടഡ് ആയിട്ട് നമുക്ക് കിട്ടുകയെന്ന് വെച്ചാൽ ഏതെങ്കിലും ഇൻസ്ട്രുമെൻസിൽ ഒരു ഇമേജ് ഇൻവെർട്ടഡ് ആയിട്ട് കിട്ടുകയാണ്. അതിന് ഇറക്റ്റ് ആക്കണം, അല്ലേ? അപ്പോൾ അതിൻ്റെ ഹെഡ് താഴെ ടെയിൽ മുകളിലാണ് നിൽക്കുന്നത്, അല്ലേ? അപ്പോൾ ഈ ടെയിലിൽ നിന്ന് വരുന്ന റേ എടുക്കും, ഹെഡിൽ നിന്ന് വരുന്ന റേ എടുത്തതിന് ശേഷം ഈ പ്രസക്തി നടന്ന പോലെ അവിടെ ഈ രണ്ട് റേക്കും ഇവിടെ ഒരെണ്ണേ ഉള്ളൂ, ഇവിടെ രണ്ട് റേ വരുന്നില്ല. ഈ രണ്ട് റേയും ഇറ്റ് ഈസ് അണ്ടർഗോയിങ് ടോട്ടൽ റിഫ്ലക്ഷൻ ആൻഡ് റിട്ടേൺ ബാക്ക്, തിരിച്ചിങ്ങ് പോരും, അല്ലേ? തിരിച്ചു വരുന്ന സമയത്ത് പ്രത്യേകം നോക്കി, ഇവിടുന്ന് ടോപ്പിൽ ഇതിൻ്റെ പിന്നെ ടെയിലിൽ നിന്ന് ട്രാവൽ ചെയ്ത റേ ഇല്ലേ, അതിവിടെ എത്തുന്ന സമയത്ത് എന്തായിട്ട് പറഞ്ഞാൽ ടെയിലിൽ നിന്ന് ട്രാവൽ ചെയ്യുന്ന റേ ഇവിടെ ബോട്ടമിലെത്തും. ആ സമയം ഹെഡിൽ നിന്ന് വരുന്ന റേ എന്തായിരിക്കും ഇവിടെ ടോപ്പിലെത്തും, അല്ലേ? അപ്പോൾ അതുകൊണ്ട് ഇവിടെ ടോപ്പും വരും, ഇവിടെ ബോട്ടും വരുന്നത് കൊണ്ട് ഈ ഇൻവെർട്ടഡ് ഇമേജ് എന്തായിട്ട് മാറി? ഇറക്റ്റായിട്ട് കൺവേർട്ട് ചെയ്തു. അപ്പോൾ ഇങ്ങനെ മെയിനായിട്ടുള്ള 3 യൂസാണ് ദാറ്റ് ഫോർ ടോട്ടൽ റിഫ്ലക്റ്റിംഗ് പ്രിസം. നെക്സ്റ്റ് ഈസ് റിഫ്രാക്ഷൻ അറ്റ് എ സ്പെറിക്കൽ സർഫസ്. നമ്മളിവിടെ പഠിക്കുന്ന കോൺവെക്സ് സ്പെറിക്കൽ സർഫസ് റിഫ്രാക്ഷൻ ആണ് നമ്മൾ പഠിക്കുന്നത്. കോൺകേവിലും ഇത് ആപ്ലിക്കബിൾ ആയിരിക്കും. പക്ഷെ നമ്മൾ തൽക്കാലം ഫിഗർ വരച്ചേക്കുന്ന കോൺവെക്സ് സ്പെറിക്കൽ സർഫസ്. അപ്പോൾ ഈ ഫിഗറിനകത്ത് XY ഇസ് എ കോൺവെക്സ് സ്പെറിക്കൽ സർഫസ് സെപ്പറേറ്റിംഗ് 2 മീഡിയ. വൺ ഓഫ് ഫൈൻഡ് ഇസ് N1 ആൻഡ് അതർ ഈസ് ഓഫ് റിഫൈൻഡ് ഇസ് N2. അപ്പോൾ നമുക്ക് XY സർഫസ് ലെഫ്റ്റ് സൈഡിൽ വരുന്ന ഒരു മീഡിയവും അതേപോലെ തന്നെ XYക്ക് റൈറ്റോട്ട് ഈ രണ്ട് ബൗണ്ടറി കണ്ടില്ല, അതിൻ്റെ ഉള്ളിൽ വരുന്ന രണ്ടാമത്തെ മീഡിയം ആയിരിക്കും റിഫൈൻഡ് എന്തായിരിക്കും N2. ഇതിൻ്റെ ഈ പ്രിൻസിപ്പൽ ആക്സിസിലായിട്ട് നമ്മൾ യു ആർ പ്ലേസിങ് എ പോയിന്റ് ഒബ്ജക്റ്റ്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു ഓബ്ജക്റ്റ് 2 ടൈപ്പിൽ വരാം. ഓഫ് ആക്സിസ് ഒബ്ജക്റ്റും ഉണ്ട്, പോയിന്റ് ഒബ്ജക്റ്റും ഉണ്ട്. പോയിന്റ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ പോയിന്റ് ലൊക്കേറ്റ് ചെയ്യുന്ന സൈസ് നെഗ്ലിജിബിൾ ആയിട്ട് വരുന്ന ഒരു ഒബ്ജക്റ്റ് ആയിരിക്കും അതിവിടെ പ്ലേസ് ചെയ്തു, അല്ലേ? ഈ ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്യുന്ന സമയത്ത് അന്ന് പോകുന്ന റേ ഓഫ് ലൈറ്റ് ആണ് ഇത്, കണ്ടില്ലേ? അപ്പോൾ ആ ON എന്ന് വേണേൽ എടുക്കാം. ഇത് N ആയിരിക്കും ഈ പോയിന്റ്. ON is incident ray at the spherical surface so that the incident ray makes an angle alpha with the principal axis. Then the ray incident at N refracted along this direction and meet at the point I so that you are getting an image at this point of this object O എന്ന് പറഞ്ഞ പോയിന്റ് ഒബ്ജക്റ്റിന്റെ ഇമേജ് നമുക്ക് കിട്ടുന്നത് ഈ റിഫ്രാക്ടർ റേ മീറ്റ് ചെയ്യുന്ന പോയിന്റാണ്. അപ്പം NI എന്ന് പറഞ്ഞാൽ റിഫ്രാക്ടർ റേ ആയിരിക്കും. And we can see another line NC which is a normal drawn at the point of incidence. N എന്ന് പറയുന്ന ഈ സ്പെറിക്കൽ സർഫസിന്റെ പോയിന്റ് അല്ലേ,
സി എന്ന് പറയുന്നത് അതിൻ്റെ സെൻറ്റർ ഓഫ് കർവേച്ചർ ആയിരിക്കും. അപ്പോൾ അതിനെ ജോയിൻ ചെയ്യുന്ന ലൈൻ അതിൻ്റെ റേഡിയസ് ആയിരിക്കും. റേഡിയസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നോർമൽ ആയിരിക്കും അല്ലേ? ഇവിടെ ഈ റിഫ്രാക്ടറായി ഉണ്ടാക്കുന്ന ആംഗിൾ എത്ര? പ്രിൻസിപ്പൽ ആക്സിസുമായിട്ട് ബീറ്റ ആയിരിക്കും. അറ്റ് ദ സെയിം ടൈം നോർമൽ മേക്സ് ആൻ ആംഗിൾ ഗാമ വിത്ത് ദ പ്രിൻസിപ്പൽ ആക്സിസ്. ആൻഡ് ഹിയർ എം ക്യാൻ ബി ടേക്കൺ ആസ് ദ സെൻറ്റർ ഓഫ് ദ സ്പെറിക്കൽ സർഫസ് കോൾഡ് ഒപ്റ്റിക് സെൻറ്റർ എന്ന് നമുക്ക് വേണേൽ വിളിക്കാം. അല്ലെങ്കിൽ ആ സ്പെറിക്കൽ സർഫസിൻ്റെ എം എന്ന് പറഞ്ഞാൽ മിഡിൽ പോയിന്റ് ആയിരിക്കും. അങ്ങനെ അസ്യൂം ചെയ്യാം. ഇനി എം ഇ നമ്മൾ ഓബ്ജക്റ്റിലേക്ക് മെഷർ ചെയ്താൽ കിട്ടുന്ന ഡിസ്റ്റൻസ് നമുക്ക് യു എന്ന് എടുക്കാം. ദാറ്റ് ഈസ് ഡിസ്റ്റൻസ് ടുവേർഡ്സ് ഓബ്ജക്റ്റ്. എം ഇ ഐയിലേക്ക് വന്ന ഡിസ്റ്റൻസ് നമുക്ക് വി എന്ന് എടുക്കാം. സോ എം ഒ ഈസ് ഈക്വൽ ടു യു, ഡിസ്റ്റൻസ് ടുവേർഡ്സ് ഓബ്ജക്റ്റ്. എം ഐ വി, ഡിസ്റ്റൻസ് ഫ്രം ദ സെൻറ്റർ ടു ദ ഇമേജ്. And MC equal to capital R. എല്ലാ എം ഇ മെഷർ ചെയ്യുന്ന കാരണം എല്ലാ മെഷർമെൻറ്റ്സും സെൻറ്ററിൽ നിന്നേ ആകാവുള്ളൂ എന്ന് സൈൻ കൺവെൻഷൻ പറയുന്നതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് നമ്മൾ. ആൻഡ് ആഫ്റ്റർ ദാറ്റ് അപ്പോൾ ഇതിനകത്തുള്ള വാല്യൂസ് എല്ലാം കണ്ടു. യു എന്താ, വി എന്താ, ആർ എന്താ, ആൽഫ, ബീറ്റ, ഗാമ, ഈ ആംഗിൾസ് എവിടെയാണ് വരുന്നത് കണ്ടു. ഇതല്ലാതെ നമുക്ക് നോട്ട് ചെയ്യേണ്ടത് ഈ നോർമലില്ലേ, നോർമലും ഇൻസിഡന്റ് റേ ആയിട്ട് ഉണ്ടാക്കുന്ന ദിസ് ആംഗിൾ ഈസ് ഐ, ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. Then the refractor ray makes an angle with the same normal, that is angle of refraction. ഇത്രയും ഫിഗറിനകത്ത് വേണം. ആംഗിൾ റിഫ്രാക്ഷൻ നമുക്ക് ഇത് സ്മോൾ ആർ എന്ന് കൊടുക്കും. ഇത് ഗാമയല്ല, അത് കൺഫ്യൂഷൻ ആകാതിരിക്കാൻ ഞാൻ ആർ ഇങ്ങനെ കൊടുത്തു. സോ ഐ ഇസ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആൻഡ് ആർ ഇസ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. അത് ഇത്രയും ആംഗിൾസ് ഉണ്ട്, വളരെ കെയർഫുൾ ആയിട്ട് ശ്രദ്ധിക്കണം. ഇവിടെ ഐ, ഇത് ആറ്, ആൽഫ, ബീറ്റ, ഗാമ. നൗ ഫ്രം ഫിഗർ ടാൻ ആൽഫ എടുക്കുക അല്ലേ. ടാൻ ആൽഫ ഈസ് ഈക്വൽ ടു ഓപ്പോസൈഡ് വരുന്ന ഏതായിരിക്കും? എം എൻ ഡിവൈഡഡ് ബൈ അഡ്ജസ്റ്റഡ് വരുന്ന എം ഒ, ഒ എം എന്നല്ല എം ഒ എന്ന് എടുക്കും. ഇവിടെ ഒരു ഡൗട്ട് വരും, സാധാരണ ഇത് ട്രയാങ്കിൾ അല്ല, ഇവിടെ കർവേച്ചർ ഇല്ലേ, എമ്മും എന്നും ക്ലോസ് പോയിന്റ് ആണ്, അതുകൊണ്ട് ഈ കർവേച്ചർ നെഗ്ലക്ട് ചെയ്ത് സ്ട്രൈറ്റ് ആയിട്ട് അങ്ങ് എടുത്താൽ അങ്ങനെയാണ് നമ്മുടെ അസംഷൻസ് എല്ലാം പോകുന്നത്. സോ ടാൻ ആൽഫ ഈസ് എം എൻ ബൈ എം ഒ. അതിന് കാരണം ആൽഫ ചെറിയ ആംഗിളാണ്. അപ്പം ടാൻ ആൽഫ ചെറിയ ആംഗിൾ ആണെങ്കിൽ വി ക്യാൻ റൈറ്റ് ആൽഫ ഈസ് ഈക്വൽ ടു എം എൻ ഡിവൈഡ് ബൈ എം ഒ. സിമിലർലി വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ടാൻ ബീറ്റ? ടാൻ ബീറ്റ ഈസ് ഈക്വൽ ടു ബീറ്റ ഈസ് ഈക്വൽ ടു, അവിടെ ടാൻ ബീറ്റ വരുമ്പോൾ അവിടെ ഈ ലൈൻ ഇവിടെ അല്ലേ വരുന്നത്, അപ്പോൾ ഓപ്പോസിറ്റ് വരുന്നത് എം എൻ തന്നെയായിരിക്കും. എം എൻ ഡിവൈഡഡ് ബൈ അഡ്ജസ്റ്റഡ് വരുന്നത് എം ഐ എന്ന് എടുക്കുക. കണ്ടോ, എം ഐ. അതുപോലെ ഗാമയും ചെറിയ ആംഗിളാണ്, അതുകൊണ്ട് ടാൻ ഗാമ ഈസ് ഈക്വൽ ടു ഗാമ ഈക്വൽ ടു, ഇതൊരു ട്രയാംഗിളായിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാം. അതിനകത്ത് കിട്ടുന്ന ഓപ്പോസിറ്റ് എം എൻ തന്നെയായിരിക്കും. അപ്പോൾ എം എൻ ഡിവൈഡഡ് ബൈ ഇവിടെ നമുക്ക് എം സി എന്ന് എടുക്കാം. എം സി. Then from the triangle ONC, നമുക്ക് ആ ട്രയാങ്കിൾ എടുക്കാം അല്ലേ. ട്രയാങ്കിൾ ONC, ട്രയാങ്കിൾ ONC നോക്കിക്കേ, ONC അല്ലെങ്കിൽ NOC എന്ന് എടുക്കാം. ട്രയാങ്കിൾ NOC. ഇൻ ട്രയാങ്കിൾ NOC, NOC. ഹിയർ വാട്ട് ഈസ് എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഐ അല്ലേ. എക്സ്റ്റീരിയർ ആംഗിൾ ഈസ് ഈക്വൽ സം ഓഫ് ഓപ്പോസിറ്റ് ഇന്റർ ആംഗിൾസ് നിയമം ഇല്ലേ, തനിച്ച് നമുക്ക് എഴുതാൻ പറ്റുന്നേ. ഈ ട്രയാംഗിൾ NOC എക്സ്റ്റീരിയർ ആംഗിൾ ഐ ഈസ് ഈക്വൽ ടു സം ഓഫ് ഓപ്പോസിറ്റ് ഇന്റർ ആംഗിൾസ് വരുമ്പോൾ ആൽഫ പ്ലസ് ഗാമ. ഇതേപോലെ തന്നെ ട്രയാംഗിൾ നമ്മൾ അടുത്തായിട്ട് കൺസിഡർ ചെയ്യുന്ന ട്രയാംഗിൾ CNI. ഇൻ ട്രയാംഗിൾ CNI, ഇൻ ട്രയാംഗിൾ CNI. What is the exterior angle there? CNI exterior angle gamma ആയിരിക്കും. Gamma is equal to opposite interior angles sum എടുത്തു കഴിഞ്ഞാൽ R plus beta എന്ന് കിട്ടും. R plus beta, and from that R is equal to R plus beta എന്ന് എടുക്കുക. R plus beta, from that R is equal to gamma minus beta. Then by Snell's law of refraction, sin A divided by sin R is equal to, ഇവിടെ ഐ ആർ ഉണ്ടല്ലോ, സൈൻ എ ഡിവൈഡ് ബൈ സൈൻ ആർ ഈസ് ഇക്വൽ ടു റിഫൈൻഡ് എസ് എ സെക്കൻഡ് മീഡിയം വിത്ത് റെസ്പെക്ട് ടു ഫസ്റ്റ് മീഡിയം എന്നാണ് അതിൻ്റെ ഡെഫിനേഷൻ. അപ്പോൾ നമുക്കതനുസരിച്ച് N2 by N1 എന്ന് എടുക്കാം. N2 ഡിവൈഡ് ബൈ N1. But you know the value of I and R are small.
M in close points angle of incidence or angle of refraction small angle study. Small angle sin small angle that's 0 sin we can write the value as I by r is equal to n2 divided by n1, or we can write n1i is equal to cross n1i is equal to n2r. n1i is equal to n2r, and this may be taken as equation number 1. Then you can give the value, you can select the value of I and r from this equation. Then n1i, in the place of I, there comes alpha plus gamma equal to n2 into, in the place of r, r in the value gamma minus beta. Into gamma minus beta. The expand the value in the n1 alpha plus n1 gamma equal to n2 gamma minus n2 beta. Gamma terms random ille. But n1 alpha n2 beta left side plus n2 beta is equal to right side already n2 gamma undu. N2 gamma minus n1 gamma. Here gamma is common. So n1 alpha plus n2 beta is equal to n2 minus n1 into gamma. And here we are having the value of alpha, beta and gamma, and we can put these values in this equation so that n1 into, in the place of alpha, there comes mn divided by mo plus n2 into beta becomes mn divided by mi equal to n2 minus n1 into gamma becomes mn by mc, mn divided by mc. Here you can cancel mn from both sides. So the value is n1 divided by mo plus n2 divided by mi is equal to n2 minus n1 divided by mc. എല്ലാവരും mn ഇല്ല, അതങ്ങ് ക്യാൻസൽ ആയിപ്പോൾ. പക്ഷെ നമുക്കിനകത്ത് mo എന്താണെന്ന് നോക്കണം. സൈൻ കൺവെൻഷനോട് അപ്ലൈ ചെയ്യണം. mo means it is distance between the center and the object, that is u. പക്ഷെ അതിൻ്റെ മെഷർമെൻറ്റ്സ് ലെഫ്റ്റിലോട്ടാണ്, ലൈറ്റ് റൈറ്റിലോട്ടല്ലേ പോകുന്നത്, അതിൻ്റെ ഓപ്പോസിറ്റ് ആയതുകൊണ്ട് ലെഫ്റ്റിലേക്ക് മെഷർമെൻറ്റ്സ് നെഗറ്റീവ് ആണ്. സോ mo ഈസ് ഈക്വൽ മൈനസ് ഇ. ദെൻ വാട്ട് അബൌട്ട് ബി? ഈ സെൻറ്ററിൻ്റെ റൈറ്റിലോട്ടാണ് ഇത് മെഷർ ചെയ്യുന്നത്, അതുകൊണ്ട് ഇത് പോസിറ്റീവ് ആയിരിക്കും. ഇതിൻ്റെ റൈറ്റിലോട്ട് മെഷർ ചെയ്യുന്നത് ആറും പോസിറ്റീവ് ആയിരിക്കും. അപ്പം mi പോസിറ്റീവ് ആയിരിക്കും, mc is also positive. അപ്പോൾ ഒരാൾ നെഗറ്റീവ് ഉള്ളൂ, മറ്റേ രണ്ടുപേര് പോസിറ്റീവ് ആണ്. സോ you can write this value as n1 divided by mo is minus u plus n2 divided by v equal to n2 minus n1 divided by capital R. And we can rearrange the equation as n2 divided by v minus n1 divided by minus n minus n1 by u on the order change is equal to n2 minus n1 divided by r. This equation is final equation. This equation is actually controlling the refraction at the spherical surface. Okay.